അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഈ കോട്ടയം അത്രമേൽ CPM-നോടോ ഇടതു പാർട്ടികളോടോ ചേർന്ന് നിന്ന ഒരിടമല്ലല്ലോ. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെ ജോസ് കെ മാണി പക്ഷം വന്ന കാരണത്താൽ തന്നെ വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ LDF-ന് കഴിഞ്ഞു. അതായത് ലോക്സഭയിൽ മത്സരിച്ച ജോസ് കെ മാണി പക്ഷം പരാജയപ്പെടുന്നു. ഇനി അവർക്ക് രാജ്യസഭയിൽ കൂടി ഒരു സഹായം CPM-ൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എങ്കിൽ കോട്ടയം രാഷ്ട്രീയത്തിൽ ഉണ്ടാകാവുന്ന ഉലച്ചിലുകൾ അത് മുന്നിൽ കണ്ടാണോ CPM തീരുമാനം? മധ്യ തിരുവിതാംകൂർ, വിശേഷിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ഈ 3 ജില്ലകൾ, എറണാകുളം ഉൾപ്പെടെ ഈ 4 ജില്ലകൾ എന്നും UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴേക്ക് അവരുടെ MLA-മാരെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് MLA-മാരെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തുനിന്നായിരുന്നു. ഇപ്പോൾ ആ സ്ഥിതിക്ക് ഒരുപാട് മാറ്റമുണ്ട്. പത്തനംതിട്ടയിൽ തന്നെ UDF-ന് MLA-മാരില്ല. ആ സ്ഥിതിയിലേക്ക് ഏറ്റവും കൂടുതൽ ശക്തമായിരുന്നു. അതുപോലെ കോട്ടയത്ത്, ഇടുക്കി, ഈ മണ്ഡലങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് UDF നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യം മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും പല മേഖലകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ BJPക്ക് ശക്തിയുള്ള സ്റ്റേറ്റ് അല്ലേ UP. ഇപ്പോഴെന്ത് സംഭവിച്ചോടെ 5 ലക്ഷത്തിന് ജയിച്ച നരേന്ദ്രമോദി 6000 വോട്ടിന് പിന്നിൽ പോയി പിന്നീട് 1.5 ലക്ഷം വോട്ടിന് ജയിച്ചു. 40-ൽ കൂടുതൽ വോട്ടുകൾ BJPക്കല്ല കോൺഗ്രസ് മുന്നണി കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം BJP അവിടെ തുടച്ചു മാറ്റിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കാലാകാലങ്ങളിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന കോട്ടമാണ്. അത് സ്ഥിരമായ ഒരു കോട്ടമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിനേക്കാൾ ശക്തമായിട്ട് അങ്ങനെ കോട്ടം പറ്റുന്നവർ തിരിച്ചു വരാം. പിന്നെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, ഇവിടെ നിസ്സഹായതാവസ്ഥ എന്നൊരു പ്രശ്നമേ ഇവിടെ പറഞ്ഞ പലരും അങ്ങനെ പറഞ്ഞു. CPM-നോ CPI-ക്കോ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ നിസ്സഹായതാവസ്ഥയുടെ ആവശ്യമേ ഇല്ല. അവർ വളരെ ശക്തമായ ജനകീയാടിത്തറയിൽ നിൽക്കുന്ന 3 പാർട്ടികളാകും. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിന് 2019-ൽ ഞങ്ങൾക്കിതേ ഒരേ സീറ്റാണ് കിട്ടിയത്. അതിനുശേഷം വന്ന 2020-ലെ ത്രിതല പഞ്ചായത്തിലും 2021-ലെ നിയമസഭയിലും UDF-നേക്കാൾ വളരെ മുന്നോട്ട് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു. ഇപ്പോൾ 19-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് 20-ൽ ത്രിതല പഞ്ചായത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. 21-ൽ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത, ഒരു എക്സിറ്റ് പോലും പ്രവചിക്കാത്ത 99 സീറ്റുകളുമായിട്ട് വളരെ കൂടുതൽ ശക്തമായിട്ട് ഇടതുപക്ഷ മുന്നണി അധികാരത്തിലുള്ളത്. അല്ല, ഇപ്പോൾ EP ജയരാജൻ പറയുന്നത് പോലെ അന്നും ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആരാ വോട്ട് ചെയ്തത്? ഇപ്പോഴും പ്രധാനമായിട്ട് കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ സാധ്യതകൾ വരുമ്പോൾ കേരളത്തിൽ കോൺഗ്രസും CPM. എന്റെ ചോദ്യം അതല്ല. സാധാരണ BJP വോട്ടുകൾ കൂടുന്നതിന് ഒരു കാരണം കോൺഗ്രസ് ആണെന്നാണല്ലോ പറയാറ്. ഇത്തവണ 10 സീറ്റിൽ 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷമാണ് UDF സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതെന്ന് മറക്കരുത്. അതേസമയം BJP എല്ലാ മണ്ഡലങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നിട്ടും CPM തകർന്നു പോയി എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് BJPക്ക് ശരിയാണ് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടി. ശ്രീകുമാർ പറഞ്ഞതുപോലെ അത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വിജയമാണ്. പക്ഷെ അവിടുത്തെ ഒരു കണക്കൂടെ ഇന്നലെ വന്ന ചർച്ചകളിൽ ഞാൻ കണ്ടു. അവിടെ വോട്ട് ചെയ്ത് LDF ആണ്. എന്താണ് ഈ കണക്ക് പറയുന്നത് എനിക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുമായി തട്ടിച്ചു നോക്കിയാൽ ഇടത് വോട്ടുകൾ തന്നെയാണ് സാർ കുറഞ്ഞത്. അല്ലല്ല, നിയമസഭയായിട്ട് നോക്കണ്ട. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപന് 4,15,089 വോട്ട് കിട്ടി 2019. അന്ന് LDF സ്ഥാനാർത്ഥി കിട്ടിയത് 3,21,456. BJP കിട്ടിയത് 2,93,822. ഇത് 2019-ലെ കണക്കാ. ജയിച്ച TN പ്രതാപന് 4,15,029 വോട്ടുണ്ടായിരുന്നു. പക്ഷേ 2024-ൽ UDF സ്ഥാനാർത്ഥി കിട്ടിയത് 3,28,652 വോട്ടാ. എന്നിട്ട് അവിടെ ത്രികോണ മത്സരം ഉണ്ടായിരുന്നില്ലല്ലോ. ത്രികോണ മത്സരമേ ഉണ്ടായിരുന്നില്ല. അവിടെ സുനിൽകുമാർ വലിയ വ്യക്തിപ്രഭാവം ഉണ്ടെന്ന് പറഞ്ഞ ആളാണ്. K. മുരളീധരൻ ഉറപ്പായും ഏത് മണ്ഡലത്തിൽ പോയി ഇന്നാലും ജയിക്കാൻ ശേഷിയുണ്ടെന്ന് പറഞ്ഞ ആളാണ്. മത്സരമുണ്ടായിരുന്നു. സുനിൽകുമാറും മുരളീധരനും തമ്മിൽ 2ാം സ്ഥാനത്തിന് വേണ്ടി വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സുരേഷ് ഗോപി എത്ര ഉയരത്തിലേക്കാണ് പോയത്? അല്ല, BJPക്ക് 2,93,000 വോട്ട് കിട്ടി. LDF-ന് 3,21 കിട്ടി. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് എത്ര കിട്ടി? 3,37,000 വോട്ട് കിട്ടി. 16,000 വോട്ട് ഞങ്ങൾക്ക് ആ മണ്ഡലത്തിൽ അധികം കിട്ടി. കോൺഗ്രസിന് 85,000 വോട്ട് അവിടെ കുറഞ്ഞു. BJPക്ക് അതേ അത്ര വോട്ട് കൂടി. അപ്പൊ എന്ത് സംഭവിച്ചു? ആരുടെ വോട്ടാ പോയത്? ഞങ്ങൾക്ക് 16,000 വോട്ട് കഴിഞ്ഞ ലോക്സഭ. ശ്രീകുമാർ, ഇതിന് പെട്ടെന്നൊരു മറുപടി. കാരണം തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ ഉള്ള ആളാണ് അങ്ങ്. വളരെ പെട്ടെന്ന്. ഞങ്ങൾക്ക് അവിടെ 16,000 വോട്ട് കൂടിയത് LDF-ന്. അദ്ദേഹത്തിന് അത് പറയാൻ തർക്കിക്കാൻ പറ്റില്ലല്ലോ. കോൺഗ്രസിന് 80,000 വോട്ട് കുറഞ്ഞു അവിടെ. അതെങ്ങനെ സംഭവിച്ചു? പെട്ടെന്ന്
അല്ല, ബൽദേവ് പറയുന്നതിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ വോട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമായിരുന്നു. അന്ന് തൃശ്ശൂരിൽ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം LDF-നുണ്ടായിരുന്നു. ആ വോട്ട് ഇവിടെ പോയി. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 14 CPM ജയിക്കണമല്ലോ. ആ വോട്ട് കാണാനില്ല കേരളത്തിൽ. അല്ല, അത് 2019 അല്ല, അങ്ങനെ പിന്നെ പറയരുത്. 2019 കാര്യം പറയുമ്പോൾ ഇവരതിനെ പ്രതിരോധിക്കാൻ പറയാ 2021. അപ്പൊ 2021 ആണെങ്കിൽ അന്ന് കിട്ടിയ വോട്ട് എവിടെ പോയി? അത് മാത്രമല്ല, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വേറെയുമായിരുന്നു. അതല്ല ഞാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അത് തന്നെയാണ്. ശ്രീകുമാർ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. UP യിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ BJP ആയിരുന്നു. ആ BJP ഇപ്പൊ എവിടെ പോയി? ഇപ്പോൾ ഓരോ സാഹചര്യങ്ങളിൽ ഓരോ രീതിയാണ്. 2019 ശരിയാണ്, കോൺഗ്രസ് കിട്ടിയപ്പോഴാണ്. അതനുസരിച്ച് 2021 100 ചില്ലാനോട്ട് കോൺഗ്രസ് കിട്ടണമായിരുന്നു നിയമസഭാ സീറ്റ്, കിട്ടിയില്ല. ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന രീതി നമുക്കൊരു കാര്യം അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ, കേരളത്തിൽ നിന്ന് കേരളം ഉണ്ടായ കാലം മുതൽ ലോകസഭയിലേക്ക് 1 or 2 പ്രാവശ്യം ഒഴിച്ചാൽ എപ്പോഴും സീറ്റ് കിട്ടിയിട്ടുള്ളത് കോൺഗ്രസ് മുന്നണിക്കാണ്. 20 സീറ്റ് കോൺഗ്രസ് കിട്ടിയ ചരിത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും, അതും അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ എഴുതിത്തള്ളി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ തോറ്റപ്പം കേരളത്തിലെ. പക്ഷെ എല്ലാ കാലത്തെയും പോലെയാണോ ഇപ്പോഴത്തെ എന്ന സംശയമാണ് എപ്പോഴും നമ്മൾ ചോദിച്ചു വയ്ക്കുന്നത്. കാരണം മൂന്നാമതൊരു വലിയ കക്ഷിയായി BJP വളർന്നു വരുന്നു. ആ പലയിടങ്ങളിലും CPM വല്ലാതെ പിന്നിലേക്ക് പോകുന്നു. BJP ശക്തമായ മുന്നേറ്റം നടത്തുന്നു.